ഞങ്ങൾ വീണ്ടും നടന്നു പോയപ്പം അങ്ങ് നിരയായിട്ട് ഈ സബർ ജെല്ലി അതെല്ലാം ഗോൾഡൻ ആണ് കേട്ടോ, ഗോൾഡൻ കളറിലുള്ള സബർ ജെല്ലി മാത്രമേ ഉള്ളൂ അവിടെ. സബർ ജെല്ലി ഗോൾഡൻ കളറുള്ളതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇപ്പോഴും അത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞെങ്കിൽ പോലും നല്ലതാണ്, വളരെ നല്ലതാണ്. അപ്പോൾ എനിക്കത് കൊണ്ടുവരാനൊന്നും ആവശ്യമില്ല. ഈ പിയറും അതുപോലെ തന്നെ സബർ ജെല്ലി ഒന്നും കൊണ്ടുവരാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവിടുന്ന് ഒരു 1-2 പറിച്ച് കഴിച്ചു, അത്രേ ഉള്ളൂ സബർ ജെല്ലി. അത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. നമ്മുടെ ഈ സബർ ജെല്ലി എന്ന് പറഞ്ഞ് കഴിക്കുന്ന സാധനമൊന്നും ഇതൊന്നും അല്ല. കാരണം ഇതുമായിട്ടൊന്നും നമുക്ക് ഒരു 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 താരതമ്യ പഠനം പോലും നമുക്ക് നടത്താൻ പറ്റത്തില്ല. അത് അത്ര രുചിയുള്ളതാണ്, അത് അത്ര നല്ല ഷേപ്പ്. മാത്രമല്ല ഇത് പിടിച്ച് കിടക്കുന്നത് അത് കാണണം, അത് പൊഴിഞ്ഞ് കിടക്കുന്നത് കാണണം. അങ്ങ് കിടക്കല് മൈതാനം പോലുള്ള സ്ഥലത്ത് മുഴുവൻ ഇത് കിടക്കുകയാണ് ധാരാളം. ഇത് ആ മരത്തിലാണെങ്കിൽ കായ്ക്കുന്നത് കൊല കുത്തി കായ്ക്കുകയാണ്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. ഇവിടുത്തെ മണ്ണ് അതുപോലാണ്. ഇവിടെ അവർ വളം ചെയ്യുന്നുണ്ട് അതിന്. അത് രാസവളങ്ങളൊന്നും അല്ല ഈ ഉപയോഗിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ഇതിൻ്റെ വളമാണ് ഉപയോഗിക്കുന്നത്. എന്തോ മണ്ണ് തന്നെ കറുപ്പാണ്. അപ്പോൾ ആ കറുത്ത എന്തോ വളം തന്നെയാണ്. അതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഇങ്ങനെ നിരയായിട്ടങ്ങ് നിൽക്കുകയല്ലേ, അതുകൊണ്ട് ഏതിനൊക്കെയാണ് വളം ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. ഏതായാലും സബർ ജെല്ലി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഈ ഗ്രേപ്സ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഈ ബ്ലാക്ക്ബെറി കാണുന്നുണ്ട്. പക്ഷെ ബ്ലാക്ക്ബെറി പാകമായിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് റെഡിഷ് ബ്രൗൺ കളർ നിൽക്കുകയാണ്. ചിലത് നല്ല ബ്ലാക്ക് ആയിട്ടുണ്ടെങ്കിൽ പോലും അത് പഴുത്ത് കനിയണം കേട്ടോ. ഇല്ലെങ്കിൽ കനിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ അത് പറിച്ചാൽ വയലറ്റ് കളറാവും. പക്ഷേ അത് ആ പഴുത്ത് കനിയുമ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അസാധ്യമായ പുളിയാണ് ഇതിന് കേട്ടോ. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. 1-2 പറിച്ചൊക്കെ നോക്കി തിന്നൊക്കെ നോക്കി മതിയായി, അത് വേണ്ട. പിന്നെ നോക്കുമ്പോൾ തക്കാളിയാണ്. തക്കാളി ഇഷ്ടംമാതിരി തക്കാളി ഇങ്ങനെ പിടിച്ച് കിടക്കുക. 2 ടൈപ്പ് തക്കാളികൾ, വലുതുണ്ട് ചെറുതുണ്ട്, ധാരാളം. അത് നമുക്ക് ഇഷ്ടമുള്ള തക്കാളി എടുക്കാം. പക്ഷെ ഞങ്ങൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരാവശ്യമില്ല ഇത് തക്കാളിക്ക വാങ്ങിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു, നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അപ്പോൾ നമുക്കിത് അവിടുന്ന് വാങ്ങേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ മത്തങ്ങ ഒറിജിനൽ കേട്ടോ, അതായത് അതിൻ്റെ ഇലകൾ വാടാത്തത്, അത് കുറച്ചാണ് കണ്ടത്. മത്തങ്ങ നല്ല വലിയ മത്തങ്ങ പിടിച്ച് കിടക്കുകയാണ്, അത് കാണാൻ പറ്റി. അത് നമുക്ക് പ്രയോജനമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഈ ബജി ഉണ്ടാക്കുന്ന മുളക് കേട്ടോ, ആ മുളക് വാങ്ങണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് മുളക് ബജി ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ആ മുളക് നേരെ പോയി ഞാൻ തന്നെ അത് മുഴുവൻ ആവശ്യമുള്ള മുളക് 2 ടൈപ്പ് പറിച്ചു കേട്ടോ. ഒരെണ്ണം നല്ല ഈ വളരെ വിളറിയ പച്ച കളറുണ്ടല്ലോ എന്നേ പറയാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരു മുളക്, അത് യഥാർത്ഥ ബജി മുളക്, അത് കിട്ടി. അതിനോടൊപ്പം ഒരു അതായത് ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ ഉള്ള മുളകുകൾ, അതും ബജിയുടെ മുളക് തന്നെയാണ്. അതിന് ഒരെണ്ണം ഒടിച്ച് നോക്കി മണപ്പിച്ച് നോക്കിയപ്പോൾ എരിവ് വളരെ കുറവാണെന്ന് മനസ്സിലായി. എരിവുണ്ട്, വളരെ കുറവാണ്. അങ്ങനെ ആ മുളക് അത് പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ, ഒരുപാടെണ്ണം. അത് പറിച്ചുകൊണ്ട് പോയാൽ നമുക്ക് അതിൻ്റെ വിത്തെടുക്കാം. ചിലപ്പോൾ വിത്തെടുത്താൽ അവിടെയൊക്കെ പിടിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും അങ്ങനെയുള്ള ഒരു മുളക് പറിച്ചെടുത്തു, വലുത്, അതായത് പഴുത്തത്. കൂടുതൽ പറിച്ചാൽ ഇതിൻ്റെ വില കൊടുക്കണം. അതുകൊണ്ട് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല, പഴുത്ത താഴെ കിടപ്പുണ്ട് ഇഷ്ടംമാതിരി. പക്ഷെ അത് എടുത്തുകൊണ്ട് പോയാലും അതിന് വില കൊടുക്കണം, നമ്മൾ അതിൻ്റെ വില കൊടുക്കണം. അപ്പോൾ അത്രയും പൈസ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും എടുക്കാൻ പോയില്ല. ഇത് പറിച്ചെടുത്തു. ആവശ്യത്തിന് മുളക്, ഏതാണ്ട് 1 കിലോയോളം മുളക് അതിൽ നിന്ന് പറിച്ചെടുത്തു. എടുത്ത് കവറിനകത്താക്കി വണ്ടിയിൽ വെച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നടക്കുകയാണ്. നടന്നു നോക്കിയപ്പോൾ നമുക്ക് ഒരുപാട് മരങ്ങൾ കേട്ടോ, ചെസ്റ്റ്നട്ടിൻ്റെ മരങ്ങൾ നിരയായിട്ടൊരു വശത്ത് നിൽക്കുകയാണ്. അതിൽ കായുണ്ട്, പക്ഷെ അത് റൈപ്പായിട്ടില്ല. പിന്നെ ഈ പ്ലം എന്ന് പറയുന്നത് വേലിക്കെട്ട്, അതിൻ്റെ വേലിയുണ്ടല്ലോ, അവിടെ ഇങ്ങനെ ചുമ്മാ പിടിച്ച് കിടക്കുക. പ്ലമ്മൊന്നും ആർക്കും വേണ്ട അവിടെ, അതാരും പിക്ക് ചെയ്യാനൊന്നും വരത്തില്ല. ഇവിടെ ബോർഡ് പോലും വെച്ചിട്ട്, പ്ലമ്മിൻ്റെ ബോർഡ് പോലും ഇല്ല.
പ്ലം അത് യഥേഷ്ടം പറിച്ച് തിന്നാം. എനിക്കത് വലിയ ഒരു ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ കൂടുള്ള ആളുകൾക്ക് വളരെ രുചികരമാണെന്ന് അവർ പറഞ്ഞു തിന്നു. ഞാൻ ഒരെണ്ണം അല്പം കടിച്ചു നോക്കിയത് അത്രയേ ഉള്ളൂ. എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു സാധനമല്ലത്. ചെസ്നട്ട്, അതുപോലെ ആപ്രിക്കോട്ട്, ഇങ്ങനെയുള്ള മരങ്ങൾ ശരിക്കും നിൽക്കുകയാണ്. ആ ചെസ്നട്ടിനകത്താണെങ്കിൽ ഇറുങ്ങ് പിടിച്ച് കിടക്കുന്ന പോലെ നിറച്ച് പിടിച്ച് കിടക്കുകയാണ്. പക്ഷെ അത് റൈപ്പ് ആവണം. ആ രീതിയിൽ ഉള്ള കാഴ്ചകളും കണ്ട് ഞങ്ങൾ അതിൻ്റെ ഈ വേലിക്കെട്ടിൻ്റെ അടുത്തുനിന്ന് അവിടെ ആർക്കും വേണ്ടാതെ നിർത്തിയേക്കുന്ന ഈ പറഞ്ഞ അങ്ങ് പഴുത്ത് കിനിഞ്ഞിരിക്കുക കേട്ടോ. നല്ല ഡാർക്ക് കളർ, ബ്ലാക്ക് കളറാണ് വന്നേക്കുന്നത്. അതായത് ഒരു ബ്രൗണിഷ് ബ്ലാക്ക്. ആ ബ്ലാക്ക്, അത് ആ ബ്രൗണിന് തന്നെ അങ്ങ് ബ്ലാക്ക് ആവുമല്ലോ, അതാണ് അതിൻ്റെ കളറ്. അത് നല്ല ബ്ലാക്ക് ആവുമ്പോൾ, ജെറ്റ് ബ്ലാക്ക് ആവുമ്പോൾ അത് യഥാർത്ഥത്തിൽ അത് നല്ല റൈപ്പാണ്. അത് ശരിക്ക് പറിച്ച് ഇവരെല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതും കണ്ടിട്ട് ഞങ്ങൾ പിന്നെ മുമ്പോട്ട് നടക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എന്താ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ പറഞ്ഞു ഗ്രേപ്സ് എവിടാണ്? അന്നേരം അവൻ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം ഇത് നടക്കാനാണെങ്കിൽ ഒരുപാട് നടക്കണം, കിലോമീറ്ററുകളും നടന്നേ പറ്റുള്ളൂ. അപ്പോൾ അന്വേഷിച്ചിട്ട് അവൻ വന്ന് പറഞ്ഞു അത് അവിടെ ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ എന്താണെന്നറിയാമോ, ഗ്രേപ്സ് എന്നും പറഞ്ഞ് ഒരു സായിപ്പിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് സായിപ്പും മദാമ്മമാരും എല്ലാം കൂടെ ഇങ്ങനെ അങ്ങോട്ട് പടിഞ്ഞാറേ ദിക്ക് ലക്ഷ്യമാക്കിയിട്ട് അങ്ങോട്ട് നടന്നു പോകുന്നു. അപ്പോൾ ഒരു സൈഡിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ മോൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പോരെ, നമുക്ക് ഇതിൻ്റെ പുറകെ പോകാമെന്ന്. അപ്പം ഞാൻ ദൂരെ നോക്കിയപ്പോൾ നല്ല പച്ച ഇലകൾ കാണാനുണ്ട്. അപ്പോൾ പച്ച ഇലകൾ കണ്ടപ്പോൾ എനിക്ക് ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഒരു സംശയം, അത് ഈ നമ്മുടെ ഗ്രേപ്സിൻ്റെ ഇലകളായിരിക്കും എന്നൊരു ഡൗട്ട് അടിച്ചു. ശരി, പോയി നോക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഇനി ഗ്രേപ്സ് കൂടെ ഉള്ളൂ പറിക്കാൻ, അത് മതിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്കങ്ങ് തിരികെ പോകാം. കാരണം അപ്പോഴത്തേക്ക് തന്നെ ഇത് ഈ ഫ്രൂട്ട്സ് തിന്ന് മടുത്തു പോകത്തില്ലേ, അത് തിന്ന് ഒരു മത്ത് പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തിന്നുപോയി. ഈ ആപ്പിളൊക്കെ ഇത്രയും പറിച്ചു തന്നാൽ ടേസ്റ്റുള്ള ആപ്പിളല്ലേ, ഇതും കഴിച്ചു കഴിഞ്ഞാൽ ആപ്പാടെ നമുക്കൊരു മന്ദത വരും. അതും കഴിച്ചിട്ട് നടക്കാൻ വയ്യാതെ വളരെ പതുക്കെ ഞങ്ങൾ നേരെ ഈ ഗ്രേപ്സിൻ്റെ നേരെ പോയി. അവിടെ ചെല്ലുന്നപ്പോൾ എന്താണെന്നറിയോ, ഈ ഗ്രേപ്സ് ആണ് എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഇത് ഗ്രേപ്സ് ആയി നിൽക്കുന്നത്, അവിടെ ബോർഡൊന്നും വെച്ചിട്ടില്ല, ഗ്രേപ്സ് ആണ് എന്ന് പറഞ്ഞു. ഗ്രേപ്സ് ആണ് നിൽക്കുന്നത്, അത് അങ്ങോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇളം താളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, വളരെ താഴ്ച വളർന്ന് നിൽക്കുകയാണ്, വളരെ ഒരു അങ്ങനെ ഇട തുറന്ന് നിൽക്കുക എന്നതുകൊണ്ട് ഇതിൻ്റെ ഇലകൾ മുഴുവൻ മറഞ്ഞു കിടക്കുക. ഞാനങ്ങനെ സൂക്ഷിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ ഗോൾഡൻ കളറിൽ കേട്ടോ, ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ഗ്രേപ്സ് ആണ് എന്നെനിക്ക് സംശയം വന്നു, കിടക്കുന്നതായിട്ട് തോന്നി. ഞങ്ങൾ അടുത്തേക്ക് പോയി.